ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്? അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? നോക്കുക, അതായത് ഒരു ബിസിനസ്സിന് അവരുണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും അവർക്ക് എന്താണ് ആ ബിസിനസ്സിന് ഒറ്റയ്ക്ക് വിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചില സമയത്ത് ഈ ബിസിനസ് എന്ത് ചെയ്യും, ചില ഏജന്റുമാരെ ഇത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏജന്റുമാരെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. നോക്കുക, a business organization may appoint agents for the purpose of selling goods at different places. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചിലപ്പോൾ അവരുടെ ഗുഡ്സ് ഡിഫറെൻറ്റ് പ്ലേസിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ചില ഏജന്റുമാരെ അവർ അപ്പോയിന്റ് ചെയ്യും. This agent sells the goods on behalf of the business organization for a commission. അതായത് ഇങ്ങനെ ഏൽപ്പിക്കുന്ന ഏജന്റുമാര് അതായത് ഈ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവർ വിൽക്കും. അതായത് ഇവരെ വിൽക്കുന്നതിന് ഈ ഏജന്റുമാർക്ക് ഒരു കമ്മീഷൻ ഇതിന്റെ പുറത്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദിസ് ഏജന്റ് സെൽസ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ എ കമ്മീഷൻ. അതായത് ഈ ഏജന്റുമാർ ഇങ്ങനെ ഈ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗുഡ്സ് വിൽക്കുന്നതിന് പകരമായിട്ട് ഈ ഏജന്റുമാർക്ക് ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കിട്ടും. ദിസ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് കൺസൈൻമെന്റ് ബിസിനസ്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് ബിസിനസ് എന്ന് പറയാം. അതായത് ചുരുക്കി പറഞ്ഞാൽ മാനുഫാക്ചറോ അല്ലെങ്കിൽ ട്രേഡേഴ്സോ അവരുടെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ ഏജന്റിനെ ഏൽപ്പിക്കുന്നതാണ് ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കൺസൈൻമെന്റ് ബിസിനസ് എന്ന് പറയുന്നത്. മാനുഫാക്ചറോ ട്രേഡേഴ്സോ അവർ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് മറ്റൊരു വ്യക്തിയെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് ബിസിനസ് അല്ലെങ്കിൽ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം, ടു കൺസൈൻ മീൻസ് ടു സെൻഡ്. കൺസൈൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു സെൻഡ്, അതായത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കൺസൈൻമെന്റ് is a special type of trading in which one person send goods to the other person to be sold by the latter on behalf of the former for a commission. അതായത് ഈ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. ഇൻ വിച്ച് വൺ പേഴ്സൺ സെൻഡ് ഗുഡ്സ് ടു ദി അതർ പേഴ്സൺ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. ഒരു വ്യക്തി എന്ന് പറയുന്നത് മാനുഫാക്ചർ ആവാം, ട്രേഡേഴ്സ് ആവാം. ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, ഗുഡ്സ് അതായത് അതർ പേഴ്സൺ മറ്റൊരാൾക്ക് ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ മറ്റൊരാൾ എന്ന് പറഞ്ഞ ഇവിടെ ഏജന്റുമാരായിരിക്കാം. ഏജന്റുമാർക്ക് ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ടു ബി സോൾഡ് ബൈ ദി ലേറ്റർ ഓൺ ബിഹാഫ് ഓഫ് ദി ഫോമർ ഫോർ എ കമ്മീഷൻ. അതായത് ഈ ഏജന്റുമാര് ആരാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് തന്നത് അവർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വിൽക്കുന്നു. ഏജന്റുമാര് ചെയ്യുന്നത് ആരാണോ തനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് തന്ന വ്യക്തി അവർക്ക് വേണ്ടിയിട്ടാണ് ഏജന്റുമാർ ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത്. ഇങ്ങനെ സെല്ല് ചെയ്യുന്നതിന് ഏജന്റുമാർക്ക് എന്തുണ്ട്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇനി നോക്കാം, അപ്പോൾ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, മാനുഫാക്ചറോ ട്രേഡേഴ്സോ എന്ത് ചെയ്യുന്നു, അവരുടെ ഗുഡ്സ് ഏജന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഏജന്റുമാർ എന്ത് ചെയ്യും, ഇത് ഈ മാനുഫാക്ചർ അല്ലെങ്കിൽ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഈ ഗുഡ്സ് സെല്ല് ചെയ്യും. ഇങ്ങനെ സെല്ല് ചെയ്യുന്നതിന് ഏജന്റുമാർക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്തുണ്ട്, കമ്മീഷൻ കിട്ടും. ഇനി നോക്കാം, പോയിന്റ് ഇട്ട് നോക്കാം. ദ പേഴ്സൺ സെൻഡിങ് ഗുഡ്സ് ഫോർ സെയിൽ ഈസ് നോൺ ആസ് കൺസൈനർ. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിനെ നമ്മൾ കൺസൈൻമെന്റ് ബിസിനസ്സിൽ പറയുന്നത് കൺസൈനർ എന്നാണ്. ദ പേഴ്സൺ സെൻഡിങ് ഗുഡ്സ് ഫോർ സെയിൽ ഈസ് നോൺ ആസ് കൺസൈനർ. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തി അവരെ നമ്മൾ കൺസൈൻമെന്റ് ബിസിനസ്സിൽ പറയുന്ന പേരാണ് കൺസൈനർ. നോട്ട് ചെയ്ത് വെക്കുക, കൺസൈനർ. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന വ്യക്തി അവരെ നമ്മൾ പറയുന്നത് കൺസൈനർ. ഇനി ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത്, അതായത് സെൻഡ് ചെയ്ത് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആരാണോ ഈ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത്, കൺസൈനർക്ക് വേണ്ടിയിട്ട് ആരാണോ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഏജന്റിനാണ് ഈ ഗുഡ്സ് ഇവർ അയച്ചു കൊടുക്കുന്നത്. ദ പേഴ്സൺ
ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ് ഇസ് നോൺ ആസ് കൺസൈനി. ആർക്കാണോ ഈ ഗുഡ്സ് സെൻഡ് ചെയ്ത് കിട്ടുന്നത് ആ വ്യക്തിനെ നമ്മൾ പറയുന്നത് കൺസൈനി. ആർക്കാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് ആ വ്യക്തി, ആ ഏജന്റിനെ നമ്മൾ പറയുന്നത് കൺസൈനി എന്നാണ്. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അവരെ കൺസൈനർ എന്നും, ആർക്കാണോ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരെ നമ്മൾ കൺസൈനി എന്നുമാണ് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. Consignment is an arrangement in which consignor send goods to the consignee to sell on behalf of the consignor. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസൈനർ എന്ന് പറയുന്ന വ്യക്തി, കൺസൈനർ എന്ത് ചെയ്യുന്നു? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. കൺസൈനി എന്ത് ചെയ്യുന്നു? കൺസൈനർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് പുറത്ത് സെയിൽ ചെയ്യുന്നു. ഇനി ഇങ്ങനെ സെയിൽ ചെയ്യുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കൺസൈനിക്ക് കിട്ടും. അപ്പൊ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. ഇവിടെ കൺസൈനർ എന്ത് ചെയ്യും? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. കൺസൈനർ എന്ത് ചെയ്യും? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി കൺസൈനി എന്ത് ചെയ്യും? കൺസൈനർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വിൽക്കും. അങ്ങനെ വിൽക്കുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടും. ഈ ഒരു അറേഞ്ച്മെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസൈൻമെന്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ എന്താണ് കൺസൈനി എന്ന് പറയുന്ന വ്യക്തി ഒരു ഏജന്റ് ആണ്. അതായത് കൺസൈനർക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ മധ്യസ്ഥനായ ഏജന്റ് ആണ് കൺസൈനി എന്ന് പറയുന്നത്. ഇവിടെ ഈ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഏജൻസി കോൺട്രാക്ട് ഉള്ള പോലെ പ്രിൻസിപ്പാൾ ഏജന്റ് റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രിൻസിപ്പാൾ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഏജന്റ് ഉള്ളത് പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഏജന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പാളും ഏജന്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കൺസൈൻമെന്റിൽ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്ലിയർ ആയി അല്ലെങ്കിൽ കൺസൈൻമെന്റിന്റെ മീനിങ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ രണ്ട് പാർട്ടീസ് ആണുള്ളത്, ഒന്ന് കൺസൈനറും ഒന്ന് കൺസൈനിയും. കൺസൈനർ എന്ന് പറഞ്ഞാൽ ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അവരെ കൺസൈനർ എന്നും, കൺസൈനി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അവരെ കൺസൈനി എന്ന് പറയും. കൺസൈനർ എന്ത് ചെയ്യും? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. കൺസൈനി കൺസൈനർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യും. ഈ സെയിൽ ചെയ്ത് കിട്ടുന്ന ഇതിന്റെ ബേസിൽ കൺസൈനിക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അത്ര ഓർത്തിരിക്കുക. കൺസൈൻമെന്റിന്റെ മീനിങ് മനസ്സിലായില്ലേ? ഇനി കൺസൈൻമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ഗുഡ്സ് ആർ സെൻഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി ഇൻ അനദർ ടൗൺ. നമുക്കറിയാം ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗുഡ്സ് ആർ സെൻഡ് ബൈ ദി കൺസൈനർ. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആരാണ്? കൺസൈനർ ആണ്. ആർക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്? കൺസൈനിക്കാണ്. നോക്കാം, ഗുഡ്സ് ആർ സെൻഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി ഇൻ അനദർ ടൗൺ. മറ്റൊരു ടൗണിൽ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൺസൈനിക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കൺസൈൻമെന്റിന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ്. ഇവിടെ കൺസൈനർ എന്ത് ചെയ്യും? കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. രണ്ടാമത് നോക്കിയേ, this is a type of agency contract in which consignor is the principal and the consignee is the agent. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. സാധാരണ ഒരു ഏജൻസി കോൺട്രാക്ട് ഉള്ളതുപോലെ പ്രിൻസിപ്പാളും ഏജന്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണോ അതേ റിലേഷൻ തന്നെയാണ് ഇവിടെ കൺസൈനറും കൺസൈനിയും തമ്മിൽ വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പാളിന്റെ സ്ഥാനത്താണ് കൺസൈനർ ഉള്ളത്, ഏജന്റിന്റെ സ്ഥാനത്താണ് കൺസൈനി ഉള്ളത്. അപ്പോൾ ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പാൾ ഏജന്റ് ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് കൺസൈൻമെന്റിൽ കൺസൈനറും കൺസൈനിയും തമ്മിൽ വരുന്നത്. അപ്പോൾ കൺസൈനർ പ്രിൻസിപ്പാളിന്റെ സ്ഥാനത്തും കൺസൈനി ഒരു ഏജന്റിന്റെ സ്ഥാനത്തുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് റിമൈൻസ് വിത്ത് ദ കൺസൈനർ. ഹി ബിയേഴ്സ് ദ റിസ്ക് ഹി എൻജോയ്സ് ദി പ്രോഫിറ്റ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതിന്റെ ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും? കൺസൈനറുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. കൺസൈനർക്ക്
അല്ലെങ്കിൽ കൺസൈനർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വിൽക്കാൻ മാത്രമാണ് കൺസൈനിനെ ഏൽപ്പിക്കുന്നത്. കൺസൈനറുടെ കയ്യിലേക്ക് ഇതിന്റെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. ഓണർഷിപ്പ് എപ്പോഴും കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇതിന്റെ പൊസഷൻ മാത്രമേ ആർക്ക് കൊടുക്കുന്നുള്ളൂ? കൺസൈനിക്ക് കൊടുക്കുന്നുള്ളൂ. ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദി കൺസൈനർ. കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കൺസൈനർക്ക് തന്നെയാണ് അതിന്റെ എല്ലാ റിസ്ക്കും വരുന്നത്. ഓണർഷിപ്പ് ആരുടെ കയ്യിലാണോ അവർക്കായിരിക്കും അതിന്റെ റിസ്ക്. അപ്പോൾ ഗുഡ്സിന്റെ ഓണർഷിപ്പ് എപ്പോഴും കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് റിസ്ക്കും ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഹി എൻജോയ്സ് ദി പ്രോഫിറ്റ്. പ്രോഫിറ്റും ആർക്കുള്ളത് തന്നെയാണ്? കൺസൈനർക്കുള്ളത് തന്നെയാണ്. കൺസൈനറുടെ കയ്യിൽ തന്നെയാണ് ഓണർഷിപ്പ് ഉള്ളത്. ഓണർഷിപ്പ് ഒരിക്കലും കൺസൈനിലേക്ക് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ റിസ്ക്കും കൺസൈനർക്കാണ്, പ്രോഫിറ്റും കൺസൈനർക്കാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ നോക്കാം. ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ആർ റെമിറ്റഡ് ടു ദി കൺസൈനർ. നമ്മൾ പറഞ്ഞു കൺസൈനിക്ക് ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസൈനർക്ക് വേണ്ടിയിട്ട്. കൺസൈനി എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെല്ലാം സെല് ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി. ഗുഡ്സ് എന്ത് ചെയ്യുന്നു? കൺസൈനി ആണ് എല്ലാ ഗുഡ്സും വിൽക്കുന്നത്. ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനിയാണ് എല്ലാ ഗുഡ്സും സെയിൽ ചെയ്യുന്നത്. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനിയാണ് എല്ലാ ഗുഡ്സും സെയിൽ ചെയ്യുന്നത്. ആൻഡ് ദ സെയിൽ പ്രൊസീഡ്സ് ആർ റെമിറ്റഡ് ടു ദി കൺസൈനർ. അതായത് ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഈ സെയിൽ പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. കൺസൈനർക്ക് വേണ്ടിയിട്ടാണ് കൺസൈനി എല്ലാ ഗുഡ്സും സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽ പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? കൺസൈനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ സെയിൽ ചെയ്യുന്നതിന്റെ ബേസിലാണ് കൺസൈനിക്ക് കമ്മീഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ സെയിൽ പ്രൊസീഡ്സ് കൺസൈനർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നാലാമത്തെ പോയിന്റ് ക്ലിയർ ആയി വിചാരിക്കുക. നെക്സ്റ്റ്, ഓൾ എക്സ്പെൻസസ് ഓഫ് ദ കൺസൈൻമെന്റ് ആർ ബോൺ ബൈ ദി കൺസൈനർ. ഇമ്പോർട്ടന്റ് ആണ്. കൺസൈൻമെന്റിന്റെ എല്ലാ എക്സ്പെൻസും എടുക്കേണ്ടത് ആരാണ്? കൺസൈനർ ആണ്. വെദർ ഇൻകേർഡ് ബൈ ഹിംസെൽഫ് ഓർ ഇൻകേർഡ് ബൈ ദ കൺസൈനി. അതായത് കൺസൈനർക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസും കൺസൈനിക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസും ഒക്കെ വഹിക്കേണ്ടത് ആര് തന്നെയാണ്? കൺസൈനർ തന്നെയാണ്. അതിന്റെ ഓണർഷിപ്പ് കൺസൈനർക്കാണ്, റിസ്ക് കൺസൈനർക്കാണ്, പ്രോഫിറ്റ് കൺസൈനർക്കാണ്. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനി സാധനങ്ങൾ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും ബിയർ ചെയ്യേണ്ടത് ആരാണ്? കൺസൈനർ തന്നെയാണ്. അത് കൺസൈനിക്ക് ഇൻകർ ചെയ്താലും കൺസൈനർക്ക് ഇൻകർ ചെയ്താലും ആ എക്സ്പെൻസ് ഒക്കെ എടുക്കേണ്ടത് ആര് തന്നെയാണ്? കൺസൈനർ. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആ വ്യക്തി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എൻറ്ററിങ് സർവീസ് ദ കൺസൈനി ഗെറ്റ്സ് കമ്മീഷൻ. ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് കൺസൈനർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കൺസൈനിക്ക് എന്ത് കിട്ടും? ആ സെല്ല് ചെയ്തതിന്റെ ബേസിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എത്രയാണ് ആ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൺസൈനി ഈ സാധനങ്ങൾ വിൽക്കുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും? ഒരു കമ്മീഷൻ കിട്ടും. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ. at the end of period the consignee send a special document called account sales to the consignor. It contains the details of sale of goods, expense incurred, commission, etc. അതായത് ഈ പീരീഡ് എൻഡില് കൺസൈനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡോക്യുമെന്റ് കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെയിൽസ് എന്നാണ്. അക്കൗണ്ട് സെയിൽസ് ടു ദി കൺസൈനർ. കൺസൈനർക്ക് അക്കൗണ്ട് സെയിൽസ് അയച്ചു കൊടുക്കണം. അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ അതായത് അതിൽ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ്, അതായത് എത്ര ഗുഡ്സ് സെയിൽ ആയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എക്സ്പെൻസ് എത്രയാണ്, കമ്മീഷൻ എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഒരു അക്കൗണ്ട് സെയിൽസ്. അതായത് കൺസൈനി സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എത്ര ഗുഡ്സ് വിറ്റു, അല്ലെങ്കിൽ എത്ര രൂപയാണ് കിട്ടിയത്, അതേപോലെ എത്രയാണ് കൺസൈനിയുടെ കമ്മീഷൻ, എത്രയാണ് എക്സ്പെൻസ് ഉണ്ടായത് കൺസൈനിക്ക്, ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു അക്കൗണ്ട് സെയിൽസ് ആർക്ക് അയച്ചു കൊടുക്കണം? കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയാണ് എന്താണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഒന്ന് എന്താണ് ഗുഡ്സ് ആരെ അയച്ചു കൊടുക്കും? കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ ആണ് കൺസൈൻമെന്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഏജൻസി കോൺട്രാക്ട് പോലെ തന്നെയാണ്. കൺസൈനർ എന്ന് പറയുന്ന വ്യക്തി പ്രിൻസിപ്പാളിന്റെ സ്ഥാനത്തും കൺസൈനി എന്ന് പറയുന്ന വ്യക്തി ഏജന്റിന്റെ സ്ഥാനത്തുമാണ്. ദെൻ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൺസൈനറുടെ കയ്യിൽ തന്നെയാണ്. റിസ്ക് കൺസൈനർക്കാണ്, പ്രോഫിറ്റും കൺസൈനർക്കാണ്. ദെൻ പിന്നെന്താണ് പറഞ്ഞത്? ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനി എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. ഇനി സെയിൽ പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? കൺസൈനർക്ക് അയച്ചു കൊടുക്കണം.
ദെൻ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും എടുക്കേണ്ടത് ആരാണ്? കൺസൈനർ ആണ്. അത് കൺസൈനിക്ക് വന്നാലും കൺസൈനർക്ക് വന്നാലും ആ എക്സ്പെൻസ് ഒക്കെ എടുക്കേണ്ടത് കൺസൈനർ ആണ്. ദെൻ ഈ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സാധനങ്ങൾ എന്താണ് സെയിൽ ചെയ്യുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. ലാസ്റ്റ് വൺ പറഞ്ഞത് അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ് കൺസൈനി എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. ആ അക്കൗണ്ട് സെയിൽ ഉണ്ടാകുന്നത് ഈ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളാണ്. എത്ര ഗുഡ്സ് സെയിൽ ചെയ്തു, പിന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട്, അതേപോലെ എക്സ്പെൻസ് ഇൻകേർഡ്, അതേപോലെ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അക്കൗണ്ട് സെയിൽസിനകത്ത് ഉണ്ടാവുക.